എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നാനോയുടെ ഹെഡ് ലാമ്പാണ്. ഇത് നമ്മൾക്കിന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ മെയിനായിട്ട് നാനോയ്ക്ക് വരുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ അകത്ത് ഈ കോട്ടിംഗ് ഉണ്ടല്ലോ, ഈ റിഫ്ലക്ടർ, ആ കോട്ടിങ് പോയിട്ട് അവിടെയെല്ലാം ആ പ്ലാസ്റ്റിക് തെളിഞ്ഞ് വരും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾക്കിതെല്ലാം ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സീലൊക്കെ എടുത്ത് ഹീറ്റ് ചെയ്ത് ബ്ലോവർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മൾക്ക് ക്രോം പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര നാൾ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പഴയതൊന്ന് പോളിഷ് ചെയ്തെടുക്കാനാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഞാനൊരു ഇത്രയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെ ചെയ്യണം. ഇത് കുറച്ച് മങ്ങിയിരിക്കുന്നതാണ്. നല്ലപോലെ മങ്ങിയതായിരുന്നു. നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തും വെള്ളം ഒഴിച്ച് കഴുകി നല്ല രീതിയിൽ ഉണക്കി എടുത്തിരിക്കുന്നതാണ്. ചെറിയ എന്തെങ്കിലും തുണി ഉപയോഗിച്ച് നല്ല സോപ്പെല്ലാം ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതുണ്ട്, ഇവിടെ നല്ല അടിപൊളിയായിട്ടില്ലേ. ഇതൊന്നും ഞാൻ സാമ്പിൾ ചെയ്ത് നോക്കിയതാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പോളിഷാണ്. റബ്ബിംഗ് കോമ്പൗണ്ട് നിങ്ങൾ എടുക്കരുത്. റബ്ബിംഗ് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഡള്ളായിപ്പോവും, ഉള്ളത് കൂടി ഡള്ളായിപ്പോവും ചിലപ്പം. അപ്പോൾ ഇത് സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ 1 സ്റ്റെപ്പിന് ഉപയോഗിക്കുന്ന പോളിഷാണ്. ഇത് മാത്രം മേടിക്കുക 1 സ്റ്റെപ്പിനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ റബ്ബിംഗ് കോമ്പൗണ്ട് മേടിക്കുകയാണെങ്കിൽ 2 വാങ്ങിക്കേണ്ടതായിട്ട് വരും. റബ്ബിംഗ് കോമ്പൗണ്ടും വാങ്ങിക്കണം, പോളിഷും വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇത് ഏതോ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ വില 160 രൂപയാണ്. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. 250 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 160 രൂപയ്ക്ക് കിട്ടി. നമ്മുടെ 3Mൻ്റെ വരുന്നുണ്ട്. 3Mന് 260 രൂപയാണ്. ഞാൻ വില കുറഞ്ഞ ഈ സാധനം വാങ്ങിച്ചു. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ മെഷീനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. നമ്മൾ മെഷീനിലൊന്നുമല്ല, നമ്മൾ സാധാരണ കൈ വെച്ചാണ് ഞാനിത് ചെയ്തത്. നമ്മൾക്കതിന് വേണ്ടത് കോട്ടൺ വേസ്റ്റാണ്, അല്ലെങ്കിൽ ബനിയൻ വേസ്റ്റാണ് വേണ്ടത്. ഇതിന് 10-30 രൂപ വിലയുള്ളൂ. ഒരു പാക്ക് ചെറിയ വേസ്റ്റ് വാങ്ങിച്ചോളുക. നമുക്ക് ഇത്രയും ഭാഗം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. പേപ്പർ ഇട്ടൊന്നും പിടിക്കരുത്. നിങ്ങളിപ്പം 2000-ൻ്റെ പേപ്പറൊക്കെ ഇടുകയാണെങ്കിൽ അത് കൂടുതൽ മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. അത് ചിലപ്പം പണി കിട്ടും. പിന്നീട് നിങ്ങൾ മെഷീനിൽ ബഫ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതങ്ങനെയൊന്നും ചെയ്യണ്ട. ജസ്റ്റ് നല്ലപോലെ കഴുകിയിട്ട് ഈ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കുക. റബ്ബിംഗ് അല്ല, പോളിഷ്. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയായിരുന്നു. നല്ല ക്ലീൻ ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നമ്മൾ ചെയ്ത ഭാഗമായിട്ടുള്ള വ്യത്യാസം. നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ക്ലോത്ത് ഒന്ന് നനച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നനച്ചാൽ മതി. അപ്പോഴൊരു നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഉരച്ച് ഉപ്പാലളകും. ഇത് മതിയല്ലേ. നമുക്കിനി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് രണ്ടും കൂടി നോക്കാം. ഇനിയൊരു ലൈറ്റ് ഉണ്ട്, അത് ഇതിലും കുറച്ചും കൂടി നല്ലതാണ്. എന്നിട്ട് നമ്മൾക്ക് മെഷീനിൽ ബഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് നമ്മൾക്ക് മെഷീൻ അല്ലാത്തവർക്ക് കൈ ഉപയോഗിച്ച് നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസ് കേട്ടോ. ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ചെറിയ തോതിൽ യെല്ലോ കളർ ഇളകി വരുന്നുണ്ട്. എപ്പോഴാണോ യെല്ലോ കളർ നമ്മൾക്ക് ഈ തുണിയിൽ കിട്ടാതെ വരുന്നത്, നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, അത്രയും സമയം വരയ്ക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോഴും ഞാനിതൊന്ന് കഴുകി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി പരിപാടി നോക്കാം. ഞാൻ കൈകൊണ്ട് മാത്രമേ പോളിഷ് ചെയ്തുള്ളൂ. ഇപ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ ഒരു മൊത്തത്തിൽ യെല്ലോ കളറായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മെഷീനിട്ടൊന്ന് പിടിച്ച് നോക്കാം.
മെഷീനിട്ട് ഇതിപ്പോൾ ചെയ്യുന്നത് വെയിലത്തിട്ട് ചെയ്യരുത്, കുറച്ച് തണുത്ത കാലാവസ്ഥ രാവിലെയോ വൈകുന്നേരമോ കുറച്ച് തണലത്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോഴും മെഷീനിലിട്ട് പിടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് നനച്ച് കൊടുക്കുക. ഇത്രയും നനച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് നനയ്ക്കുക. ഇതാണ് നമ്മുടെ ബഫി മെഷീന്. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു DC-യിൽ വർക്കാകുന്ന മിക്സർ ഗ്രൈൻഡറാണ്. നമ്മൾക്ക് ട്രിപ്പൊക്കെ പോകുമ്പം ജ്യൂസൊക്കെ അടിക്കാനും അരി അരയ്ക്കാൻ വരെ കൊള്ളാം. നല്ല പവർഫുൾ മോട്ടറാണ് വെച്ചിരിക്കുന്നത്. ഇതെടുക്കാൻ കാരണം നല്ല RPM ഉണ്ട്, അതേപോലെ തന്നെ പവർ കുറച്ച് കുറവാണ്. നമുക്ക് RPM കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതൊന്ന് അമക്കിയാൽ മതി. നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ RPM കുറഞ്ഞോളും. ഞാനിതിന് ചെറിയൊരു 5 ആംസിൻ്റെ DC അഡാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോഡ് കൊടുക്കുമ്പം സ്പീഡ് കുറയും. അപ്പോഴും നമ്മൾക്ക് വാക്സ് അപ്ലൈ ചെയ്യാം. ഇതുണ്ടോ, ഞാൻ ഇത്രയും പാഡ് വാങ്ങിയതാണ്, 250 രൂപയാണ്. ഇതിനകത്ത് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഞാനൊരു മീഡിയം തിക്നെസ് ഉണ്ട്, പിന്നെ അമങ്ങുന്ന ഈ തിക്നെസ് ഉള്ളത് മീഡിയം സൈസിലുള്ള സാധനമാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചിട്ട് കൊടുത്താൽ മതി, അധികമൊന്നും വേണ്ട. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ഇതിൽ പരട്ടണം. നമ്മൾ മെഷീനിലോട്ട് ഞാൻ ആദ്യം ഒന്ന് പിടിച്ച് നോക്കിയതാണ്, ഈ സൈഡിലൊക്കെ അതങ്ങ് തെറിച്ച് പോകും. ഇതിങ്ങനെ പുരട്ടിയിട്ട് കുറച്ച് കഴിയണം, നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇതൊരു കെമിക്കലാണല്ലോ, ഇതെന്തോ ഒരു ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്തോ സാധനമാണ് ഈ സാധനം. ഇത് ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയം വേണം. ഉടനെ മെഷീനിലിട്ട് പിടിക്കരുത്. ഈ സ്പോഞ്ച് വേണമെങ്കിലൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ച് നോക്കാം. ഈ യെല്ലോ പാർട്ടിൽ പിടിക്കാം. ഇതാകുമ്പോൾ സൗണ്ട് തീരെ കുറവാണ്. കുറച്ച് അമർത്തുവാണെങ്കിൽ RPM കുറയും. ഞാൻ കുറച്ച് കപ്പാസിറ്റി കുറവുള്ള അഡാപ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. RPM കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി പിടിച്ചാൽ മതി. ആംഗിൾ ഗ്രൈൻഡറിൽ ഇടാം, അതേപോലെ തന്നെ ഡ്രിൽ മെഷീനിലിടാം. ഇത് ഡ്രിൽ മെഷീനിൽ ഇടുന്നതാണ് കേട്ടോ, 8mm ഷാഫ്റ്റാണത്. അതെൻ്റെ ഈ മോട്ടറുമായിട്ട് മാച്ച് ആവും. ഞാനത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. കണ്ടോ, നല്ല തെളിഞ്ഞ് അടിപൊളിയായിട്ട് വരുന്നുണ്ടോ. മെഷീനിലെ കുഴപ്പമൊന്നുമില്ല, കൈകൊണ്ട് പിടിച്ചാൽ മതി. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം കൈകൊണ്ട് കാണിച്ചു തന്നെ. മോട്ടർ ഡയറക്റ്റ് അല്ല, റിലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് സ്വിച്ചാലൊന്നും പിടിക്കില്ല. നല്ല ആംസർ 5 ആംസൊക്കെ എടുക്കും ഈ മോട്ടർ. RS775ൻ്റെ മോട്ടറാണ്. ഉണ്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് നിങ്ങൾ ആംഗിൾ ഗ്രൈൻഡറോ ഡ്രിൽ മെഷീനൊക്കെ ആണെങ്കിൽ ഇത് ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ ഹീറ്റ് ആവും. ഇതുണ്ടോ, അപ്പോൾ മഞ്ഞ കളർ നല്ലപോലെ ഇളകി വന്നിരിക്കുന്നത്. ഇനിയുണ്ട് ഇത് ബഫായി വരാൻ വേണ്ടി. ഇത് മഞ്ഞ കളർ പൂർണ്ണമായിട്ട് പോകുന്നോടം വരെ നമ്മൾ ബഫ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് മഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കണം. ഇതിപ്പോൾ പോളിഷാണല്ലോ, സിംഗിൾ സ്റ്റെപ്പാണിത്. തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം പിടിക്കുന്നോ അത്രത്തോളം നല്ല ഫിനിഷായിട്ട് വരും, നല്ല അടിപൊളിയായിട്ട്. മുമ്പ് ഇത് മൊത്തത്തിലൊരു മഞ്ഞ പീസ് പോലെയായിരുന്നു കാണുന്നത്. ഇപ്പം ഇതിൻ്റെ ഉള്ളിലെ വരകളൊക്കെ കാണുന്നത് കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾക്കിത് ബോഡിയിലും പിടിക്കാം കേട്ടോ. ഇത് നമ്മൾക്ക് ഇതിപ്പം ഞാൻ ഇവിടെ ഒന്നും പോളിഷൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നത്. നമ്മൾ പെയിൻറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ ഇത് ബോഡിയിലും പിടിക്കാം. ബോഡിയിൽ മെഷീനിട്ട് പിടിക്കുന്നത് കുറച്ച് സമയമെടുക്കും. ഇത് പാഡ് 3 ഇഞ്ചാണ്. നമ്മൾക്ക്
ഒരു 2000-ൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ സുഖമായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മെഷീൻ ഇട്ടൊന്ന് പോളിഷ് ചെയ്താൽ മതി.